السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على سيدنا محمد وعلى آله وصحبه أجمعين. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم وجعلنا ممن يستمعون القول فيتبعون أحسنه. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റബീഉൽ അവ്വൽ മാസം. ലോകത്തുള്ള മുസ്ലിം സമൂഹം വ്യത്യസ്ത രീതിയിൽ നബിദിനം ആഘോഷിക്കുന്നു. ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് മദ്ഹുകൾ പാരായണം ചെയ്യുന്നു. മറ്റു ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാനായി സമയം മാറ്റിവെക്കുന്നു. വേറെ ചിലരാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഭക്ഷണമുണ്ടാക്കി പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. എന്നാൽ കേരളീയരായ നമ്മൾ പിഞ്ചുമക്കളുടെ കലാപരിപാടികളും ദഫ്മുട്ടുകളും റാലികളും സംഘടിപ്പിച്ചാണ് നബിദിനം ആഘോഷിക്കുന്നത്. ഇൻഷാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷത്തെ റബീഉൽ അവ്വൽ മാസം പ്രവാചകരുടെ ജീവചരിത്രം പഠിക്കാനായി നമുക്ക് മാറ്റിവെക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളുടെ പക്കൽ രണ്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അവ രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴി പിഴക്കുകയില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, അഥവാ ഖുർആനാണ്. രണ്ടാമത്തേത് പ്രവാചക ചര്യകളാണ്. ചുരുക്കത്തിൽ ഒരു മുസ്ലിം തൻ്റെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് ഖുർആനിക അധ്യാപനത്തിനും പ്രവാചക ചര്യക്കും അനുസരിച്ചായിരിക്കണമെന്നാണ് ഈ ഹദീസ് കൽപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ റമളാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. റമളാൻ മാസത്തിൽ ഖുർആൻ പഠിക്കാനായി നമ്മൾ ധാരാളം സമയം ചെലവഴിക്കുന്നു. റമളാൻ മാസം ഖുർആൻ പഠിക്കാൻ എപ്രകാരമാണോ നമ്മൾ സന്നദ്ധരാകുന്നത്, അതേ പ്രകാരം റബീഉൽ അവ്വൽ മാസത്തിൽ തിരുചര്യ പഠിക്കാനും നമ്മൾ സന്നദ്ധരാകണം. കാരണം ഖുർആനും തിരുചര്യകളുമാണ് സ്വർഗത്തിലേക്ക് പറന്നു പോകാനുള്ള നമ്മുടെ രണ്ട് ചിറകുകൾ. കൃത്യമായ ഇടവേളകളിലാണ് റമളാൻ മാസവും റബീഉൽ അവ്വൽ മാസവും കടന്നു വരുന്നത്. റമളാനിനു ശേഷം 5 മാസം കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസം വരുന്നു. റബീഉൽ അവ്വൽ കഴിഞ്ഞ 5 മാസത്തിന് ശേഷം റമളാൻ മാസവും വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിന് മുമ്പ് പ്രാഥമികമായി മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തെ 1-2 ക്ലാസ്സുകളിൽ പ്രവാചക ചരിത്രത്തിൻ്റെ പ്രാധാന്യമെന്ത്, എങ്ങനെയാണ് പ്രവാചക ചരിത്രം പഠിക്കേണ്ടത്, ഏതൊക്കെ സ്രോതസ്സുകളാണ് അവലംബിക്കേണ്ടത്, എന്തൊക്കെ നേട്ടങ്ങളാണ് പ്രവാചകരുടെ ചരിത്ര പഠനം പൂർത്തീകരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ ചരിത്രം പറയാൻ ഖസസ് എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പ്രയോഗിച്ച പദമാണ്. അതുപോലെ തന്നെ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ഇങ്ങനെ ചരിത്രത്തിന് ഖസസ് എന്ന പദം പ്രയോഗിച്ച നിരവധി സ്ഥലങ്ങളുണ്ട് ഖുർആനിൽ. ഇതിനെ സംബന്ധിച്ച് അല്ലാമ ഷാറാവി റഹ്മത്തുള്ളാഹി അലൈഹി രസകരമായ ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. ഖസസ് എന്ന പദം ഖസ്സ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ഖസ്സ എന്ന പദത്തിന്റെ ഒരർത്ഥം അടയാളങ്ങളെ പിന്തുടരുക എന്നാണ്. ഖുർആനിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അടയാളങ്ങളെ പിന്തുടരുക എന്ന് സൂചിപ്പിക്കാൻ ഖസസ് എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മാതാവ് പെട്ടിയിലാക്കി നെയിലിലെറിഞ്ഞ സന്ദർഭത്തിൽ തൻ്റെ മകളോട്, അഥവാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരിയോട് പ്രസ്തുത പെട്ടി പിന്തുടർന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞിടത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഖസ്സ എന്ന പദമാണ്. വഖാലത് ലി ഉഖ്തിഹി ഖുസ്സിഹി. അതുപോലെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖിദ്ർ നബിയെ കാണാൻ പോയ സന്ദർഭത്തിൽ കുറേ നടന്ന ശേഷം വഴിയിലെ ഒരു പാറപ്പുറത്തേക്ക് തന്നെ തിരിച്ചു നടക്കേണ്ടി വരുന്നുണ്ട്. അവിടെയും
ഖസസ് എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഫർതദ്ദ അലാ ആഥാരിഹിമ ഖസസ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഖസസ് എന്ന പദത്തിനർത്ഥം അടയാളങ്ങളെ പിന്തുടരുക എന്നാണ്. അഥവാ മുൻകാല സമൂഹത്തിന്റെ ചരിത്രം ശേഷം വരുന്ന ജനതയ്ക്ക് നടക്കാനുള്ള വഴിയടയാളങ്ങളാണ്. ചരിത്രം എപ്പോഴും വഴികാട്ടിയായി മുന്നേ നടക്കുന്നു. പ്രവാചക ചരിത്രവും നമുക്ക് നടക്കാനുള്ള വഴിയടയാളങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഇപ്രകാരം പറയുന്നത് കാണാം: കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. എന്താണ് ഇതിനർത്ഥം? ദൃഢചിത്തരാവാൻ വേണ്ടി താങ്കൾക്ക് മുൻകഴിഞ്ഞ സമുദായത്തിന്റെ ചരിത്രം നാം പറഞ്ഞു തരുന്നു എന്നാണ് ഇതിനർത്ഥം. പ്രയാസങ്ങളിൽ ആലംബമാവാൻ, സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാൻ ചരിത്രം ഒരു ടോർച്ച് ബിയറായി നമുക്ക് മുന്നേ നടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രവാചക ചരിത്രം പഠിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് പ്രവാചക ചരിത്രം പഠിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ എന്നല്ല, ഏത് ചരിത്ര പുരുഷനാണെങ്കിലും അവർ ഏത് മേഖലയിലാണോ പ്രശസ്തി ആർജിച്ചത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ജീവചരിത്രം പഠിക്കേണ്ടത്. ഉദാഹരണത്തിന് ഷേക്സ്പിയർ, ലോകം കണ്ട വിശ്വസാഹിത്യകാരനാണ് അദ്ദേഹം. ഷേക്സ്പിയറിന്റെ ജീവചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ നാം ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യരചനകൾക്കാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യരചനകളിലേക്ക് നയിച്ച സാഹചര്യങ്ങളെയാണ് നാം വിലയിരുത്തുന്നത്. മദർ തെരേസയുടെ ചരിത്രം എടുക്കാം. മദർ തെരേസ ഒരു കാരുണ്യ പ്രവർത്തകയാണ്. അവരുടെ കാരുണ്യ പ്രവർത്തനത്തെ മുൻനിർത്തിയാണ് മദർ തെരേസയുടെ ജീവചരിത്രം പഠിക്കേണ്ടത്. അതുപോലെ ഐസക് ന്യൂട്ടൺ, പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചരിത്രം ശാസ്ത്രമേഖലയിലെ അദ്ദേഹത്തിന്റെ വൈഭവത്തിന്റെ ചരിത്രമാണ്. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കേണ്ടത് അങ്ങനെയാണ്. ഷേക്സ്പിയർ സാഹിത്യകാരനായതുപോലെ, മദർ തെരേസ കാരുണ്യ പ്രവർത്തകയായതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ തിരുദൂതരാണ്. പ്രവാചകർ തന്നെ ഞാൻ അള്ളാഹുവിന്റെ തിരുദൂതരാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നത് കാണുക: മാ ജിഇതുകും ബിമാ ജിഇതുകും ബിഹി അത്ലുബു അംവാലകും. ഞാൻ ദൈവ സന്ദേശവുമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നിങ്ങളുടെ സമ്പത്ത് മോഹിച്ചല്ല, വല ശർഫ ഫീക്കും, നിങ്ങളുടെ ഔന്നത്യം പ്രതീക്ഷിച്ചല്ല, വലൽ മുൽക അലൈക്കും, നിങ്ങളുടെ രാജാവായിട്ടുമല്ല ഞാൻ വന്നത്, വലാകിൻ ബഅസനി ഇലൈക്കും റസൂല, ഞാൻ അള്ളാഹുവിന്റെ ദൂതനായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വ ഉൻസില അലയ്യ കിതാബ, എനിക്ക് അള്ളാഹു അവന്റെ ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു. വ അമറനി അൻ അകൂന ലക്കും ബഷീറൻ വ നദീറ, സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും തിന്മയിൽ ആറാടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഉപദേശിച്ചിരിക്കുന്നു. ഞാൻ കൊണ്ടുവന്ന ദൈവിക സന്ദേശം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കും. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ആരാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദൂതരാണ്, നമുക്ക് ദൈവ സന്ദേശം അറിയിച്ചു തരുന്ന പ്രവാചകനാണ്. ഈ കാര്യം മുൻനിർത്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കേണ്ടത്. ഈ ഒരു വസ്തുത മുൻനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ സമൂലമായ പരിവർത്തനത്തിന് വിധേയമാവുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകാഗമനത്തിന് മുന്നുള്ള സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത് വ ഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്നാണ്. അഥവാ അങ്ങേയറ്റം വഴി പിഴച്ചവർ എന്ന് അവരെ വിശേഷിപ്പിക്കുന്നു. അതിനുശേഷം അഥവാ പ്രവാചകാഗമനത്തിന് ശേഷം പ്രവാചകരെ പഠിക്കുകയും അവരെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തതിന് ശേഷമുള്ള സമൂഹത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി എന്നാണ്. അഥവാ ജനങ്ങളെ നന്മയിലേക്ക് വഴി നടത്തേണ്ട ഉത്തമ സമുദായമാണ് നിങ്ങളെന്ന് പറയുന്നു. അങ്ങേയറ്റം വഴികേടിൽ നിന്നും ലോകത്തെ മാറ്റിമറിക്കാൻ പ്രാപ്തരായ ജനതയാക്കി മാറ്റിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ തിരുദൂതർ എന്ന നിലയിൽ പഠിച്ചുവെന്നതാണ്. ഞാൻ ഈ കാര്യം ഫോക്കസ് ചെയ്ത് പറയുന്നത് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്ന വസ്തുത മാറ്റിവെച്ച് മറ്റു പലതരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നതിനാലാണ്. അവർ പഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാഷ്ട്രീയ വൈഭവത്തെക്കുറിച്ചാണ്, സാഹിത്യത്തെക്കുറിച്ചാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ക്രൈസിസ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്ന കാര്യം പാടെ വിസ്മരിച്ചിരിക്കുന്നു.
തിരുദൂതർ എന്ന നിലയിൽ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും വിസ്മരിക്കുന്നു. വല്ലാഹി ലതമൂതുന്ന കമാ തനാമൂൻ, നിങ്ങൾ ഉറങ്ങുന്നത് പോലെ നാളെ മരിക്കുന്നതാണ്. വലതുബഅതുന്ന കമാ തസ്തൈഖിലൂൻ, നിങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ നാളെ പുനർജനിക്കപ്പെടുന്നതാണ്. വലതുഹാസബുന്ന കമാ തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവുമുണ്ട് തുടങ്ങി അള്ളാഹുവിന്റെ ദൂതർ എന്ന നിലയിൽ പ്രവാചക പ്രഭു നമ്മളോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഒട്ടും പരിഗണിക്കുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മറ്റു പല സംഭവങ്ങളെ സംബന്ധിച്ചും സ്റ്റേജുകളും പേജുകളും നിറക്കുകയും ചെയ്യുന്നു. ഇത് അർത്ഥശൂന്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൽ വിശ്വസിക്കാത്തവർ തങ്ങളുടെ വ്യക്തി മഹാത്മ്യത്തെ പുകഴ്ത്തുന്നത് വായിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഉൾപ്പുളകമുണ്ടാകും. അത്തരത്തിലുള്ള കൃതികൾ നമ്മൾ വായിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാറുണ്ട്. അതിനൊക്കെ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുകയല്ല, പക്ഷേ അതല്ല പ്രാഥമിക കാര്യമെന്ന് സൂചിപ്പിക്കുന്നുവെന്നേ ഉള്ളൂ. കാരണം അത്തരത്തിലുള്ള രചനകൾ നടത്തുന്നവർക്കൊക്കെ വ്യത്യസ്ത ലക്ഷ്യങ്ങളുണ്ടാകാം. അത് അക്കാഡമിക്കലാകാം, പ്രശസ്തിയാവാം, മറ്റു പലതുമാവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക ചരിത്ര പഠനത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പ്രവാചകരുടെ തിരുനോട്ടമാണ്. നാളെ ഹൗദുൽ കൗസറിന്റെ തീരത്ത് വെച്ചുള്ള പ്രവാചകരുടെ സൽക്കാരത്തിൽ പങ്കെടുക്കലാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക ചരിത്ര പഠനം നിസ്കാരവും നോമ്പും പോലെ നിർബന്ധ ബാധ്യതയാണ്. എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. മാലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഇത് ഇസ്ലാമിക നിയമസംഹിതയുടെ അടിസ്ഥാന തത്വമാണ്. അതിനർത്ഥം നിർബന്ധമായ ഏത് കാര്യവും പൂർത്തീകരിക്കാൻ ആവശ്യമായതും നിർബന്ധം തന്നെയാണ്. ഉദാഹരണത്തിന് നിസ്കാരം മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയാണ്. 5 വക്ത് നിസ്കാരം പൂർത്തിയാക്കണമെങ്കിൽ ശുദ്ധി വരുത്തണം, വസ്ത്രം ധരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനാൽ നിസ്കാരത്തോടൊപ്പം ശുദ്ധി ഉണ്ടാവലും വസ്ത്രം ധരിക്കലുമെല്ലാം നിർബന്ധമാകുന്നു. ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക ചരിത്രം പഠിക്കലും മനസ്സിലാക്കലും ജീവിതത്തിൽ പകർത്തലുമെല്ലാം മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയാണ്. ഫിഖഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫർദ് ഐനാണ്. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാണിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും, അത് പ്രവാചകരുടെ വാക്കു മുഖേനയാവട്ടെ, പ്രവൃത്തി മുഖേനയാവട്ടെ, അല്ലെങ്കിൽ മൗനസമ്മതം മുഖേനയാവട്ടെ, ഏത് രീതിയിലാണെങ്കിലും അതൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. പ്രവാചകർ തന്റെ വാക്കാലും പ്രവർത്തിയാലും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പാടില്ലാത്തതുമാണ്, നിഷിദ്ധമാണത്. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. ഖുർആനിന്റെ ഈ കൽപ്പന ശിരസ വഹിക്കണമെങ്കിൽ ഈ ഒരു കൽപ്പന ശിരസ വഹിക്കൽ ഓരോ മുസ്ലിമിന്റെയും നിർബന്ധ ബാധ്യതയാണല്ലോ. ഈ കൽപ്പന നിർവഹിക്കണമെങ്കിൽ പ്രവാചകരെ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകരുടെ ചരിത്രം നമ്മൾ പഠിക്കണം, ഹദീസുകളുടെ അർത്ഥവും പൊരുളും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രവാചകരെ സംബന്ധിച്ച ചരിത്ര പഠനം ഓരോ മുസ്ലിമിന്റെയും നിർബന്ധ ബാധ്യതയാണ്. അതിൽ വീഴ്ച വരുത്തുന്നവർ തെറ്റുകാരാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ആദ്യകാല മഹാന്മാർ ഖുർആൻ പഠിക്കുന്നത് പോലെ തന്നെ പ്രവാചക ചരിത്രം പഠിക്കാൻ സമയം ചെലവഴിച്ചിരുന്നത്. മഹാനായ അലി ഇബ്നുൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് അലി മുഹമ്മദ് സല്ലാബി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. കുന്ന നുഅല്ലമു മഗാസിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുഅല്ലമു സൂറത്തൻ മിനൽ ഖുർആൻ. ഞങ്ങളെ ഖുർആൻ എപ്രകാരമാണോ പഠിപ്പിച്ചിരുന്നത് അപ്രകാരം പ്രവാചകരുടെ ചരിത്രവും പഠിപ്പിച്ചിരുന്നു. അത്രയേറെ പ്രാധാന്യത്തോടെയായിരുന്നു അവർ പ്രവാചക ചരിത്രത്തെ സമീപിച്ചിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് നമ്മോടൊപ്പമില്ല. നമുക്ക് വഴികാട്ടിയായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഖുർആനും തിരുചര്യകളും മാത്രമാണ്. അത് പഠിക്കാതെ നമ്മൾ എങ്ങനെയാണ് മുസ്ലിം ആവുക? അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താതെ സ്വർഗപ്രവേശനം സ്വപ്നം കാണുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കോഴിക്കോട്ടേക്ക് വാഹനം കയറാതെ കോഴിക്കോട് എത്തണമെന്ന് ആശിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. വിജയം വരിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കുന്നത് പോലെ തന്നെ പ്രവാചക ചര്യകളും പഠിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അവസാനമായി മഹാനായ ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കവിതാ ശകലം ആലപിക്കാം. വകൈഫ യുദ്രികു ഫിദ്ദുനിയ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ബിൽ ഹുലുമി. ഇസ്ലാമിക മൂല്യങ്ങൾ പാലിക്കാതെ ഭൂമിയിൽ ആർമാദിച്ച് ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ്
അൽ ഹഖീഖ അൽ മുഹമ്മദിയ അഥവാ പ്രവാചക പ്രഭുവിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് ബൂസരി ഇമാം ഈ കവിതയിലൂടെ ചോദിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് സ്ഫുടം ചെയ്ത് ഭക്തി സാന്ദ്രമായ ഹൃദയത്തോടെ പ്രവാചക ചരിത്ര പഠനം നമുക്ക് ആരംഭിക്കാം.